Good afternoon. കേൾക്കുന്നില്ലേ? Had your lunch? എല്ലാവരും ലഞ്ച് കഴിച്ചോ? കഴിച്ചോ? ഓക്കേ. നല്ല മഴയാണല്ലേ? ഓക്കേ. അപ്പോ നമ്മള് എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ ബോഡി പാർട്സ് ആണല്ലേ? We are discussing about body parts and what they do. And last our family അല്ലേ? ബോഡി പാർട്സും what they do കഴിഞ്ഞു. പിന്നെ my family. Okay. ഓക്കേ. അപ്പോ നമ്മുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഹെഡ്, ഐ, നോസ്, ഇയർ, മൗത്ത്, നെക്ക്, ചെസ്റ്റ്, ഷോൾഡർ, ഹാൻഡ്, ഫിംഗേഴ്സ് ആൻഡ് elbow, stomach and knee, leg, foot. These are our body parts അല്ലേ? അപ്പോ body parts പറഞ്ഞു. What they do നമ്മൾ പറഞ്ഞു അല്ലേ? Meera walks on the road. She uses her legs to walk അല്ലേ? നടക്കാൻ വേണ്ടി കാലുകൾ ഉപയോഗിച്ചു. Tom writes a letter. He uses his hands to write അല്ലേ? എഴുതാൻ വേണ്ടി കൈകൾ യൂസ് ചെയ്തു. Then mummy listens to music. She uses her ears to listen അല്ലേ? കേൾക്കാൻ വേണ്ടി ചെവികൾ യൂസ് ചെയ്തു. Tina aunty reads the newspaper. She uses her eyes to read. And last one is Faha eats her lunch. She uses her mouth to eat. Okay. Then my family and I അല്ലേ? Here is a baby. Name is Tintin. Tintin എന്ന് പറയുന്ന ഒരു ബേബി അവന്റെ ഫാമിലിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? I am Tintin. I am Tintin അല്ലേ? എന്റെ പേര് ടിൻടിൻ ആണ്. വൈഷ്ണവ്, what is that? എന്താണ് വൈഷ്ണവ്? Okay. അപ്പോൾ എന്റെ പേര് ടിൻടിൻ എന്നാണ്. I am a baby. ഞാനൊരു ബേബി ആണ്. I live with my grandparents, parents, brother and sister. They are my family. Okay. I am Tintin. I am a baby. ഞാൻ ടിൻടിൻ എന്ന് പറഞ്ഞ ഒരു ബേബി ആണ്. I live with my grandparents. ഞാൻ താമസിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെയും brother and sister. ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും കൂടെയാണ് അല്ലേ? Then they are my family. അവരൊക്കെ ഉള്ളതാണ് എന്താണ്? എൻ്റെ ഫാമിലി അല്ലേ? The people in a family love one another. ഒരു ഫാമിലിയിലെ ആൾക്കാര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുപോലെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോ എന്താണ് വൈഷ്ണവ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയൂ? I am Vaishnav. I am a UKG student and I live with my നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, പാരൻസ് ആൻഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെയാണ് പറയാ അല്ലേ? ഇഷാൻ ഒന്ന് പറഞ്ഞ മോനെ. ഇഷാൻ ഒന്ന് ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഇഷാൻ. Okay. I am Ishan. Okay. I am a UKG student. Okay. I live with my grandparents, parents, and uncle. Okay. They are my family. The people in the family love one another. Okay. Okay. Very good. അപ്പൊ ഇഷാൻ പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ? അങ്ങനെ പറയാ I am ഇഷാൻ അല്ലേ? അതുപോലെ എന്ത് പറയും? നമ്മള് നമ്മുടെ പേര് പറയും അല്ലേ? ഇപ്പോ ആരാണ്? ഗൗരി നന്ദ പറയുകയാണെങ്കിൽ I am ഗൗരി നന്ദ. ഇപ്പോ അംന ഫാത്തിമയാണ് പറയുന്നതെങ്കിൽ എന്ത് പറയും? I am അംന ഫാത്തിമ. I am a UKG student അല്ലേ? I live with my grandparents, parents, പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയാം അല്ലേ? With my brother or sister. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തതാണല്ലേ ഫാമിലിനെ? ഓക്കെ. അപ്പോ
ഇവിടെ കൊടുത്തിരിക്കുന്നത് ടിൻടിൻ എന്ന് പറയുന്ന ഒരു ബേബി അവന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഐ ആം ടിൻടിൻ, ഐ ആം എ ബേബി. ഞാൻ ടിൻടിൻ എന്ന് പറയുന്ന ഒരു ബേബിയാണ്. ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദർ ആൻഡ് സിസ്റ്റർ. ദേ ആർ മൈ ഫാമിലി. അവരാണ് നമ്മുടെ ഫാമിലി, എന്റെ ഫാമിലി. ദ പീപ്പിൾ ഇൻ എ ഫാമിലി ലവ് വൺ അനദർ. ഒരു ഫാമിലിയിലുള്ള എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടാണ് നിൽക്കുക അല്ലേ? ജിയോണ തെരേസ, what are you doing there? ഓക്കെ, ഇനി ആരാണൊന്ന് ജിയോണ മോളെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. സോറി മോളെ, ഒന്ന് പറഞ്ഞ മോളെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ജിയോണ, ഐ എം ജിയോണ തെരേസ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, I am Fiona. I live with my grandparents, brother, and they are my family. അല്ലേ? The people in a family love one another. അല്ലേ? അങ്ങനെ വെച്ചാൽ എന്താണ്? ഒരു ഫാമിലിയിലുള്ള എല്ലാവരും പരസ്പരം സ്നേഹിച്ചിട്ടാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ. I am Tintin, I am a baby. അല്ലേ? ടിൻടിൻ എന്ന് പറഞ്ഞ ബേബി പറയുന്നത് നമ്മൾ കേട്ടു അല്ലേ? അതുപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സമജ്ഞ മോളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോളെ ഫാമിലിനെ. സമജ്ഞ. ഓക്കെ, 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 I live in Kambalur. ഓക്കെ. Introduce your family, Samajna. I live with my. I have a brother Okay. and mother. Okay, Samajna. My mother. Okay, I am Samajna. I am a UKG student and I live with my parent and brother. അല്ലേ? They are my family. വീട്ടിൽ grandparents ഉണ്ടോ മോളെ സമജ്ഞ? Do you have grandparents with you? No, okay. And they are my family. അല്ലേ? Parent ഉണ്ട്, brother ഉണ്ട് അല്ലേ? And you, okay. And they are my family. Okay. The people in a family love one another. അല്ലേ? എന്റെ ഫാമിലിയിലുള്ള ആൾക്കാര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടിൻടിൻ എന്ന് പറഞ്ഞ ബേബിന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് ബോഡി പാർട്സ് ആണ് അല്ലേ? We studied about our body parts. Okay, body parts. Then what they do അല്ലേ? Legs to walk, eyes to read, mouth to eat and ears to listen and hands to write അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പിന്നെന്താണ്? പിന്നെ നമ്മുടെ ഫാമിലിനെ കുറിച്ച് പറയാൻ പഠിച്ചു അല്ലേ? Here is a baby. His name is Tintin. ടിൻടിൻ എന്ന് പറഞ്ഞ ഒരു ബേബി അവന്റെ ഫാമിലിനെ കുറിച്ച് എന്താണ് പറയാണ് അല്ലേ? I am Tintin, I am a baby. ഞാൻ ടിൻടിൻ ആണ്, ഞാനൊരു ബേബി ആണ് അല്ലേ? I live with my grandparents. ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ, മോളെ അനയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോളെ. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഫാമിലിനെ.
I live with my grandparents. I live with my grandparents. Okay. There Okay. Where are are my family? my mommy. Okay. Okay, I am Anaya Rose. Anaya പറഞ്ഞിട്ടുണ്ടല്ലേ? I am Anaya Rose. I am live with my grandparents. Parents അല്ലേ? They are my family. Okay. അതുപോലെയാണ് നമ്മൾ നമ്മുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Okay. നമ്മുടെ ഫാമിലി, നമ്മുടെ പേര് പറയാ. നമ്മളൊരു UKG സ്റ്റുഡന്റ് ആണ് അല്ലേ? LKG ആണെങ്കിൽ I am a LKG സ്റ്റുഡന്റ്. ബേബി ആണെങ്കിൽ I am a baby. And first സ്റ്റാൻഡേർഡിലാണെങ്കിൽ I am a first standard student. അങ്ങനെയാണ് പറയാ അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ബ്രദർ ഉണ്ടെങ്കിൽ I have a brother. സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ ഒക്കെ പറയാം അല്ലേ? ബേബി ആണെങ്കിൽ I have a baby എന്നൊക്കെ പറയാം. ഓക്കെ. സമജ്ഞ, നഖം കടിക്കരുത് സമജ്ഞ. വാട്ട് ആർ യു ഡൂയിങ് there? ഓക്കെ. അപ്പോ നമ്മള് ഫാമിലിനെ കുറിച്ചും പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? തിങ്സ് വി ഡു അല്ലേ? നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് അല്ലേ? നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നേരം വെളുത്താല് എഴുന്നേൽക്കും, പല്ല് തേക്കും, കുളിക്കും അല്ലേ? ടോയ്ലറ്റിൽ പോവും. ഇതൊക്കെ എന്താണ്? നമ്മളെ ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മുടെ റൂട്ടീൻസ് ആണ് അല്ലേ? അതുപോലെ തിങ്സ് വി ഡു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നെക്സ്റ്റ് പോർഷനിൽ പറയുന്നത്. ലത കീപ്സ് ഹെർ റൂം ക്ലീൻ. ലത എന്ന് പറയുന്ന ഒരു ഗേൾ ഉണ്ട് അല്ലേ? നമ്മുടെ ഗേൾസിനെ പോലെ. ഹിയർ ഇസ് എ ഗേൾ, ഹെർ നെയിം ഈസ് ലത. ലത എന്ന് പറഞ്ഞ ഒരു ഗേൾ ഉണ്ട്. ഷി കീപ്സ് ഹെർ റൂം ക്ലീൻ. അവൾ എപ്പോഴും റൂം നല്ല ക്ലീൻ ആയിട്ട് വെക്കാറുണ്ട്. രാജ ഡസ് ഹിസ് ഹോംവർക്ക് അല്ലെ? രാജ അവന്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് അല്ലെ? ഹോംവർക്ക് ഒക്കെ ചെയ്തു രാജ. രാജ ഇസ് എ ഗുഡ് ബോയ്. ഹി ഈസ് ഡൺ ഹിസ് ഹോംവർക്ക് അല്ലെ? രാജ അവന്റെ ഹോംവർക്ക് ചെയ്യാണ്. ദെൻ സുദീപ് ലിസൺസ് ടു മ്യൂസിക്. മ്യൂസിക് കേൾക്കാണ് സുദീപ് അല്ലെ? ലിസൺ വിത്ത് ഹിസ് ഇയേഴ്സ്. ചെവികൾ കൊണ്ട് എന്താണ്? നന്നായിട്ട് മ്യൂസിക് കേൾക്കാണ് സുദീപ്. അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ. അലിയും ടോമും എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അല്ലേ? ലത കീപ്സ് ഹെർ റൂം ക്ലീൻ. ലത എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് റൂമൊക്കെ ക്ലീൻ ആയിട്ടാണ് സൂക്ഷിക്കാറല്ലേ? എല്ലാവരും അവരുടെ റൂം നല്ല ക്ലിയർ ആയിട്ടാണോ സൂക്ഷിക്കുക? നല്ല ക്ലീൻ ആക്കി വെക്കാറുണ്ടോ? അല്ല എല്ലാം വലിച്ചു വാരി ഇടാണോ ചെയ്യാ? എത്ര പേരുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് റൂം കീപ്പ് ചെയ്യുന്ന ആൾക്കാര്? ഭവിക, ക്രിസ്റ്റോ. ക്രിസ്റ്റോ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ടല്ലേ? ക്രിസ്റ്റോ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ടല്ലേ? ഗോഡ്വിൻ അല്ലേ? ഗോഡ്വിൻ ചെയ്യാറുണ്ടോ? ഗോഡ്വിൻ തട്ടിപ്പ് പറയരുത് ഗോഡ്വിൻ. നീ എല്ലാം വലിച്ചു വാരി ഇടല്ലേ ചെയ്യാ ഗോഡ്വിൻ? ആന്നല്ലോ. അതെല്ലേ? ഓക്കെ. പിന്നെ ആരൊക്കെ ക്ലീൻ ആക്കി വെക്കാറുണ്ട്? സമജ്ഞ. സമജ്ഞയും പറയണത് തട്ടിപ്പാന്നല്ലേ? നല്ല ക്ലീൻ ആക്കി വെക്കാറുണ്ടോ സമജ്ഞ? ഇല്ല അല്ലെ? അമ്മമാര് ക്ലീൻ ആക്കി സൂക്ഷിക്കാറുണ്ട്, നമ്മള് ക്ലീൻ ആക്കാറുണ്ട്. ഇഷാൻ ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാറുണ്ടോ? ഇഷാൻ നോ? ഓക്കെ. പിന്നെ നഹ്ല, ഫാത്തിമ, നൈജൽ എല്ലാവരും ചെയ്യണ്ടല്ലേ? ഷമിൽ എങ്ങനെയാ ചെയ്യാറ്? ഷമിൽ നല്ല ക്ലീൻ ആക്കാറുണ്ടോ വീടും റൂമും ഒക്കെ? ഓക്കെ. ഓക്കെ. ജസ്വൽ ബിനു അല്ലെ? ജസ്വൽ ബിനു, ആരോൺ ബിനു അല്ലെ? വൈഷ്ണവ് എല്ലാവരും ചെയ്യാറുണ്ടൊക്കെ. എല്ലാവരും ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ് അല്ലേ? ഓക്കെ. പാർവണയും നല്ല നീറ്റ് ആക്കി വെക്കാറുണ്ടോ മോളെ പാർവണ? ഓക്കെ, ഗുഡ് ഗേൾ. അംന, ഫാത്തിമ. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ റൂം ലതയെ പോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് കീപ്പ് ചെയ്യണം അല്ലേ? ഓക്കെ. ദെൻ രാജ ഡസ് ഹിസ് ഹോംവർക്ക് അല്ലെ? രാജ എന്ത് ചെയ്യാറുണ്ട്? അവന്റെ ഹോംവർക്ക് ഒക്കെ പ്രോപ്പർ ടൈമിൽ ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെയാണ് നല്ല കുട്ടികൾ ഉണ്ടാവുക. ഹോംവർക്ക് ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യും. അപ്പൊ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും വേണം അല്ലേ? ഇന്ന് തന്ന ഹോംവർക്ക് 4-5 ദിവസം കഴിഞ്ഞിട്ട്
സെൻഡ് ചെയ്യാൻ പാടില്ല അല്ലേ? ഹോംവർക്ക് അപ്പൊ തന്നെ ചെയ്യാ, അപ്പൊ തന്നെ ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കുട്ടികളാണ് ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്, ഗുഡ് ചിൽഡ്രൻസ്. ഓക്കെ, അങ്ങനത്തെ കുട്ടികളാണ് ഗുഡ് ആയിട്ട് ഉണ്ടാവുക അല്ലേ? Then സുദീപ് ലിസൺസ് ടു മ്യൂസിക് അല്ലേ? സുദീപ് മ്യൂസിക് കേൾക്കുകയാണ്. എല്ലാവർക്കും മ്യൂസിക് കേൾക്കാൻ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഓക്കെ, അപ്പോ സുദീപ് എന്ത് ചെയ്യാറുണ്ട്? മ്യൂസിക് ഒക്കെ ലിസൺ ചെയ്യാറുണ്ട് അല്ലേ? നല്ലതാണല്ലേ? നമ്മുടെ മൈൻഡിനൊക്കെ നല്ല ഫ്രീ ആക്കി വെക്കാൻ വേണ്ടി മ്യൂസിക് ലിസൺ ചെയ്യുന്നത് നല്ലതാണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ടൈമില് മ്യൂസിക് ഒക്കെ കുറച്ചു നേരം ലിസൺ ചെയ്യണം അല്ലേ? വൈഷ്ണവ്, where are you going? I can't see you, വൈഷ്ണവ്. Where are you? വൈഷ്ണവ്, വൈഷ്ണവിനെ കാണാനേ ഇല്ല. വൈഷ്ണവ് ഫോണും വെച്ചിട്ട് പോയി തോന്നുന്നു. എല്ലാവരുടെ അടുത്തും മഴയുണ്ടോ? നല്ല മഴയാണല്ലേ? ഓക്കെ ഓക്കെ, വൈഷ്ണവ് എവിടെയാണ് പോയത്? വൈഷ്ണവ്, അമ്മ പിടിച്ചുകൊണ്ട് വന്നതാ ഇപ്പൊ? വൈഷ്ണവ് എവിടെയാ പോയത്? വൈഷ്ണവ് എവിടെയാ പോയത്? കളിക്കാൻ പോയതാ? കളിക്കാൻ പോയതാ ക്ലാസ്സിന്റെ ഇടയില്? ക്ലാസ് കഴിയുന്നവരെ അവിടെ തന്നെ അടങ്ങിയിരിക്കണം കേട്ടോ വൈഷ്ണവ്. Sit there, okay? Okay, അപ്പോ ക്ലാസ്സിന്റെ ഇടയില് കളിക്കാനൊക്കെ ഇറങ്ങി പോകുന്ന കുട്ടികൾ ആരാണ്? ബാഡ് ബോയ്സ്, ബാഡ് ഗേൾസ് ആണ് അല്ലേ? അപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നവരാണ് ഗുഡ് അല്ലേ? അവരാണ് പഠിച്ച് ആരാകുക? പോലീസും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവുക അല്ലേ? ഓക്കെ ഓക്കെ, നല്ല മഴയാണല്ലേ? ഇവിടെ നല്ല മഴയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? സുദീപ് ലിസൺ ടു മ്യൂസിക് അല്ലേ? സുദീപ് മ്യൂസിക് കേൾക്കുന്നുണ്ട്. അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടാണോ? എത്ര പേരുണ്ട്? ഡു യു ലൈക്ക് ഫുട്ബോൾ? ഓക്കെ, ഇഷാനൊക്കെ ഭയങ്കര ഇഷ്ടാണല്ലേ? ഇഷാൻ രണ്ട് കൈ കൊണ്ടും ഇഷാൻ ഇഷ്ടാണ് എന്നാണ് പറയുന്നത്. നെയ്ജൽ, ഷമിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പോ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാ? കുറച്ച് സമയം നമുക്ക് ഫുട്ബോൾ ഒക്കെ കളിക്കാം അല്ലേ? ഇപ്പൊ മഴയാണ്, ഇപ്പൊ പുറത്തൊന്നും പോയരുത്. മഴയൊക്കെ മാറിയിട്ട് എന്താണ് നല്ല നല്ല ടൈം ഉണ്ടാവുമ്പോ കുറച്ച് സമയം അല്ലേ? ഒരുപാട് സമയമൊന്നുമല്ല, സൺഡേ ഒക്കെ കുറച്ച് സമയം ഫുട്ബോൾ ഒക്കെ കളിക്കാം അല്ലേ? ഇനി മിസ് ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു എന്ന് കരുതി എല്ലാവരും എപ്പോഴും കളിക്കാൻ പോവാൻ പാടില്ല. നമ്മള് പഠിച്ച് നമ്മുടെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് കുറച്ചു നേരം എന്ത് ചെയ്യണം? കളിക്കുകയും വേണം അല്ലേ? ഓക്കെ, അപ്പോ കളിക്കുന്നത് എന്താണ്? നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് മസ്കുലർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? നന്നായിട്ട് കളിച്ചാല്. വെറുതെ ഇരുന്ന് നമ്മൾ എന്താണ് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഫ്രീ ടൈമിലൊക്കെ എന്താണ് TV കണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ എന്താവും? നമ്മുടെ മസ്കുലർ ഡെവലപ്മെന്റ് ഒന്നും ശരിയായ രീതിയിൽ നടക്കില്ല. നമ്മുടെ പേശികളൊക്കെ നന്നായിട്ട് വികസിച്ച് നമ്മൾ നല്ല ഹെൽത്തി ആവണമെങ്കിൽ എന്ത് വേണം? കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് ഫിസിക്കലി നല്ല എക്സസൈസും കളികളും ഒക്കെ കൊടുക്കണം അല്ലേ? എന്നാലേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, then സീമ സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ? സീമ എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നുണ്ട്, ഡാൻസും ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ഗേൾസ് ഒക്കെ അങ്ങനെയാണോ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാ? പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് സീമ നിങ്ങളെ പോലെ എന്ത് ചെയ്യണം? മഹദിയ ഇപ്പൊ ഡാൻസ് ചെയ്യണ്ട മഹദിയ? ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ ഓക്കെ, സീമ സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ? സീമ എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡാൻസ് ചെയ്യുന്നത് നല്ലതാണല്ലേ? നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഓക്കെ, then അഭയ് can bath by himself അല്ലേ? അഭയ് എന്ന് പറഞ്ഞ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റയ്ക്ക് കുളിക്കുന്നുണ്ട് അല്ലേ? നന്നായി സോപ്പൊക്കെ തേച്ച് നല്ല ഗുഡ് ബോയ് ആയിട്ട്. നോക്കിയേ പിക്ചർ നോക്കിയേ, ബാത്റൂമിൽ ഇരുന്ന് തലയിലൊക്കെ സോപ്പ് തേച്ച് കുളിക്കുന്നുണ്ട് അഭയ് അല്ലേ? കുളിക്കാൻ മടിയില്ല എത്ര പേരുണ്ട്? ഇന്ന് കുളിക്കാത്ത എത്ര പേരുണ്ട്? സത്യം പറയണേ.
ഇന്ന് കുളിക്കാതെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ആ ക്രിസ്റ്റോ, ഗുഡ് ബോയ്, ക്രിസ്റ്റോ ജോൺ. ഇന്ന് കുളിച്ചില്ല അല്ലെ ക്രിസ്റ്റോ? അമ്മ നുണയാണ് പറയണെങ്കിലും ക്രിസ്റ്റോ പറയുന്നത് സത്യമാണ് അല്ലെ ക്രിസ്റ്റോ? കുളിച്ചില്ലേ ക്രിസ്റ്റോ? കുളിച്ചില്ല? ഓക്കെ ഓക്കെ, മിസ് വെറുതെ പറഞ്ഞ കേട്ടോ. ക്രിസ്റ്റോ ഒക്കെ കുളിച്ച് നല്ല മോനായിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആരാണ്? നൈജൽ. നൈജൽ കുളിച്ചില്ല? ഓക്കെ ഓക്കെ, ദെൻ ബബിക ഒക്കെ കുളിച്ചിട്ടുണ്ട് അല്ലെ ബബിക? ഓക്കെ, ക്രിസ്റ്റി ജോസഫ്, വാട്ട് ആർ യു ഡൂയിങ് ദേ? ക്രിസ്റ്റി ജോസഫ്, ലിസൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും നമ്മുടെ പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നന്നായിട്ട് കുളിക്കാനൊക്കെ പഠിക്കണം അല്ലേ? നമ്മളിപ്പോ UKG സ്റ്റുഡൻസ് ആണ് അല്ലേ? നമ്മള് കഴിഞ്ഞ വർഷം LKG ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്തായി? കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയി അല്ലേ? നമ്മള് UKG ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നെ കുളിക്കാനും ഒക്കെ പഠിക്കണം അല്ലേ? പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ബ്രഷ് ചെയ്യാനും കുളിക്കാനും ഒക്കെ നമ്മള് പഠിക്കണം അല്ലേ? ഓക്കെ, അഭയ് ക്യാൻ ബാത്ത് ബൈ ഹിംസെൽഫ് അല്ലെ? അഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നെ കുളിക്കാൻ പറ്റും. ദേവപ്രിയ അവിടെ ഇരിക്കുമോളെ ദേവപ്രിയ? ഓക്കെ, അപ്പോ അഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നെ കുളിക്കാൻ പറ്റും അല്ലേ? ദെൻ രാധ ക്യാൻ വെയർ ഹെർ സോക്സ്. രാധയ്ക്ക് എന്ത് പറ്റും? രാധ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം തന്നെ സോക്സ് ഒക്കെ ഇടാൻ വേണ്ടി അറിയാം. ഇപ്പോ നമുക്ക് സ്കൂളൊന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് എന്താണ്, രാവിലെ സ്കൂളിൽ വരുമ്പോൾ ഒരു റഷ് ഒന്നും ഇപ്പൊ ഇല്ല അല്ലെ? നമ്മൾ ഉറങ്ങി എണീറ്റു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലാസ്സിന്റെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ മൊബൈലിന്റെ അടുത്ത് വന്ന് ഇരുന്നു അല്ലേ? പക്ഷെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താല് എന്ത് ചെയ്യണം? രാവിലെ തന്നെ കുളിക്കണം. സോക്സും ഷൂവും യൂണിഫോമും ഒക്കെ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് തന്നെ ധരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം അല്ലേ? അങ്ങനെ ആകുമ്പോ നമ്മുടെ പേരൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ ഉറങ്ങി എണീറ്റ് നന്നായി ബ്രഷ് ചെയ്ത് കുളിച്ച് തനിയെ യൂണിഫോമും സോക്സും ഒക്കെ വെയർ ചെയ്ത് നല്ല കുട്ടികളായിട്ട് സ്കൂളിലേക്ക് വരണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് തന്നെ സോക്സ് ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി, സോക്സും ഡ്രസ്സും ഷൂവും ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം അല്ലേ? ദെൻ കല ക്യാൻ കോം ഹർ ഹെയർ. കലയ്ക്ക് എന്തറിയാം? ഒറ്റയ്ക്ക് തന്നെ മുടി ചീകാനൊക്കെ അറിയാം അല്ലേ? കല ക്യാൻ കോം ഹർ ഹെയർ. കലയ്ക്ക് എന്ത് ചെയ്യാൻ അറിയാം? നന്നായിട്ട് മുടിയൊക്കെ കോംബ് ചെയ്ത് കെട്ടാൻ അറിയാം അല്ലേ? എത്ര ഗേൾസിന് നന്നായിട്ട് മുടി കോംബ് ചെയ്യാൻ അറിയാം? നമ്മുടെ ഗേൾസിന് എല്ലാവർക്കും അമ്മമാരാണോ ചെയ്തു തരിക? എല്ലാ കാര്യങ്ങൾക്കും അമ്മമാരാണ് ഹെൽപ്പ് ചെയ്യുക. ഗൗരി നന്ദയൊക്കെ നന്നായിട്ട് മുടി കോംബ് ചെയ്ത് ഒരു കൊമ്പെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഗൗരി നന്ദ? അല്ലേ? ആരാണ് മുടി കെട്ടി തന്നത്? ഗൗരി നന്ദ അമ്മയാണോ? തന്നെയാ കെട്ടിയതാ? ഒറ്റയ്ക്കാണോ? നുണയാണല്ലോ പറയുന്നത്, ഒറ്റയ്ക്കല്ലല്ലോ, അമ്മയാണല്ലേ? ഓക്കെ, ആരാണ് മോളെ ഗൗരി നന്ദ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും തനിയെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലേ? മുടി കെട്ടാനും പല്ല് തേക്കാനും കുളിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഒറ്റയ്ക്ക് തന്നെ പഠിക്കണം അല്ലേ? അപ്പൊ കല ക്യാൻ കോംബ് ഹർ ഹെയർ. കല എന്ന് പറയുന്ന ഒരു ഗേൾ എന്താണ്? തനിയെ തന്നെ അവളുടെ മുടിയൊക്കെ കോംബ് ചെയ്ത് നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ടല്ലേ കല. ദെൻ താര ക്യാൻ ടൈ ഹെർ ഷൂ ലേസസ് അല്ലേ? എത്ര പേർക്ക് തനിയെ ഷൂ ലേസസ് ഒക്കെ ടൈ ചെയ്യാൻ അറിയാം? തനിയെ ഷൂവിന്റെ എന്താണ് ഷൂ ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൂവിനൊരു കെട്ടുന്ന വള്ളി ഉണ്ടാവും അല്ലേ? ഒരു ലേസ് ഉണ്ടാവും അല്ലേ? അതിനെയാണ് ഷൂ ലേസ് എന്ന് പറയാ. അപ്പോ നമ്മൾ ഷൂ ഇട്ടിട്ട് തനിയെ തന്നെ ഷൂ ലേസസ് ഒക്കെ കെട്ടാൻ പഠിക്കണം. സോക്സ് ഇടാൻ വേണ്ടി പഠിക്കണം. അങ്ങനെ നമ്മൾ നല്ല സെൽഫ് ആയിട്ട് തന്നെ നമ്മൾ ഭയങ്കര മെച്ചുവേർഡ് ആയിരിക്കണം അല്ലേ? നമ്മുടെ കാര്യങ്ങൾക്കൊന്നും നമ്മള് പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ പോവുകയും ഒക്കെ ചെയ്യണമല്ലേ? അങ്ങനെയാണ് നമ്മള് എന്താവുക? ഡെവലപ്പ് ആവുക അല്ലേ? നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മൾ ഡെവലപ്പ് ആവുക അങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് പല്ല് തേക്കാനും കുളിക്കാനും ഡ്രസ് ചെയ്യാനും മുടിയൊക്കെ കോംബ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നന്നായിട്ട് വളരുക അല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി പാർട്സ് അല്ലേ, നമ്മുടെ ബോഡിയിൽ അല്ലേ ഒരുപാട് പാർട്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലേ. അതാണ് നമ്മുടെ എൻ്റെ ബോഡി ആണല്ലേ, ഒരുപാട് പാർട്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ. ഹെഡ് ഉണ്ട്, ഐസ് ഉണ്ട്, നോസ്, ഇയർ, മൗത്ത് ആൻഡ് നെക്ക്, ചെസ്റ്റ്, ഷോൾഡർ, ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ്. കൈകളും ഉണ്ട്, വിരലുകളുണ്ട്. ദെൻ സ്റ്റൊമക്, പിന്നെയോ നീ, എൽബോ, പിന്നെയോ ലെഗ് ആൻഡ് ഫുട്ട് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ. there are lot of body parts here. okay, then what they do എന്ന് പറഞ്ഞല്ലേ, നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മീര walks on the road. she uses her legs to walk and hands to write അല്ലേ. എഴുതാൻ വേണ്ടി കൈകളാണ് യൂസ് ചെയ്യുക. ears to listen അല്ലേ, ears to listen. okay, and eyes to read അല്ലേ, വായിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കണ്ണുകള് ഉപയോഗിച്ച് നോക്കിക്കൊണ്ടാണ് നമ്മൾ വായിക്കുക അല്ലേ. then Farha eats her lunch and she uses her mouth to eat അല്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മള് വായും യൂസ് ചെയ്യും അല്ലേ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് me and my family അല്ലേ, എൻ്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേര് പറയാ, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളത് എന്ന് പറയാ. ജിയോണ, എന്താണ് അവിടെ ജിയോണ? അവിടെ എന്താ നടക്കുന്നത്? ഓക്കെ, അപ്പോ ഐ എം ടിൻടിൻ അല്ലേ. ടിൻടിൻ എന്ന് പറയുന്ന ഒരു ബേബി അവന്റെ ഫാമിലിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അല്ലേ. ഐ എം ടിൻടിൻ, ഐ എം എ ബേബി. ഞാൻ ടിൻടിൻ എന്ന് പറഞ്ഞ ഒരു ബേബി ആണ്. ഐ ലീവ് വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ. ദേ ആർ മൈ ഫാമിലി. നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവരൊക്കെയാണ് നമ്മുടെ ഫാമിലി. ഓക്കെ, ദ പീപ്പിൾ ഇൻ എ ഫാമിലി ലവ് വൺ അനദർ. ഒരു ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം പരസ്പരം സ്നേഹിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. ദെൻ തിങ്സ് വി ഡു അല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ലത keeps her room clean. Raja does his homework. Sudeep listens to music. Ali and Tom play football. Okay, then Seema sings and dances. Abhay can bath by himself, and Radha can wear her socks, and Kala can comb her hair, and Tara can tie her shoelaces അല്ലേ. അപ്പോ ലതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് റൂം ക്ലീൻ ചെയ്യാൻ പറ്റും. രാജ ഡസ് ഹിസ് ഹോംവർക്ക്, രാജയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോംവർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സുദീപ് ലിസൺ ടു മ്യൂസിക്, സുദീപ് മ്യൂസിക് ലിസൺ ചെയ്യുന്നുണ്ട്. അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ, അലിയും ടോമും എന്ത് ചെയ്യുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഗുഡ് ഫോർ their physical health. okay, then Seema sings and dances. Seema പാട്ട് പാടിയും ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. Abhay can bath by himself, അബയ്ക്ക് ഒറ്റയ്ക്ക് ബാത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. രാധ can wear her socks, രാധ എന്ത് ചെയ്യുന്നുണ്ട്, സോക്സ് ഒക്കെ തനിയെ ഇടുന്നുണ്ട് അല്ലേ. Kala can comb her hair, Tara can tie her shoelaces. ഇതൊക്കെ നമ്മള് എന്താണ്, ഇതൊക്കെ നമ്മള് തനിയെ ചെയ്യാൻ വേണ്ടി മെച്ചുവേർഡ് ആകണം അല്ലേ. നമ്മുടെ പേരൻസിനെ ഒന്നും ബുദ്ധിമുട്ട് ചെയ്യാതെ എന്ത് ചെയ്യണം, തനിയെ കുളിക്കാനും ഷൂവും സോക്സും ഒക്കെ വെയർ ചെയ്യാനും മുടിയൊക്കെ കോംബ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കണം അല്ലേ. ഓക്കെ ഓക്കെ, നല്ല മഴയാണല്ലേ, ഭയങ്കര മഴയാണ് ഇവിടെ. നിങ്ങളുടെ അടുത്ത് മഴയുണ്ടോ? എല്ലാവരുടെ വീട്ടിലും മഴ പെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി ഇന്ന് ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ടോ ഇനി? ഇല്ല. ഭവിക ക്ലാസ് ഉണ്ടോ ഇനി? ഭവിക
നോ. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഈ നല്ല മഴയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും പോയിട്ട് മൂടി പൊതച്ച് കുറച്ചു നേരം കിടന്നുറങ്ങിക്കോളൂ ട്ടോ. ഓക്കെ, എന്നിട്ട് എണീറ്റ് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, മഴയത്ത് ആരും പുറത്തൊന്നും പോയി കളിക്കരുത്. ഈ മഴയത്ത് പെട്ടെന്ന് ഇടി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കേട്ടത്. ഓക്കെ, അപ്പൊ ആരും മുറ്റത്തൊന്നും ഇറങ്ങരുത്. നല്ല കുട്ടികളായിട്ട് വീടിന്റെ അകത്ത് തന്നെ കിടന്നുറങ്ങിക്കോളൂ ട്ടോ. ഓക്കെ ഓക്കെ, ബൈ. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. ബൈ ബൈ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.